ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെല്ലാവർക്കും ഒരു കാറ്റാടി യന്ത്രത്തിൻ്റെ മാതൃകയാണ് പരിചയപ്പെടുത്തുന്നത്. പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന കാറ്റാടി ടർബൈനുകളെക്കുറിച്ച് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്നാൽ വാറ്റ് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു കാറ്റാടി യന്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആയതിനാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വാറ്റ് എന്ന ഈ കാറ്റാടി യന്ത്രമാണ്. ഈ കാറ്റാടി യന്ത്രത്തിന് ഒരു സവിശേഷതയുണ്ട്. വീടിൻ്റെ മേൽക്കൂരയുടെ തരത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ തറനിരപ്പിൽ സാധാരണ പോലെ ഇത് സ്ഥാപിക്കാം. വളരെ കുറഞ്ഞ കാറ്റിൻ്റെ വേഗതയിൽ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നതാണ് ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ ഗുണങ്ങൾ. സെക്കൻഡിൽ 2 മീറ്റർ വരെ വേഗതയിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ രൂപകൽപ്പനയ്ക്ക് കഴിയും. സാധാരണ കാറ്റ് ടർബൈനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് ഭാരം കുറവുള്ളതിനാൽ വളരെ കുറഞ്ഞ ഇൻസ്റ്റലേഷൻ ഏരിയ മാത്രമേ ആവശ്യമുള്ളൂ. ഈ കാറ്റ് ടർബൈൻ വളരെ കാര്യക്ഷമവും പ്രവർത്തനത്തിലായിരിക്കുമ്പോൾ വളരെ കുറഞ്ഞ ശബ്ദവുമാണ്. കാറ്റാടി യന്ത്രത്തിൻ്റെ ഉയരവും വളരെ കുറവാണ്. അത് 3 മീറ്റർ വരെ ആകാം. ജനറേഷൻ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ ഉയരം കൂട്ടണം. ഇനി ഈ ടർബൈൻ്റെ ഉപയോഗങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. പരമ്പരാഗത ടർബൈനുകൾ പോലെ ഈ ടർബൈനും കുറഞ്ഞ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് ഗാർഹിക ആവശ്യങ്ങൾക്ക് 5 കിലോവാറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കൂടാതെ ടിക്കറ്റിംഗ് മെഷീനുകൾ, ബാരിയർ ഓപ്പറേഷൻസ്, ചെറിയ ബസ് ബേ ലൈറ്റിംഗ്, വൈദ്യുതി, തെരുവ് വിളക്കുകൾ, വൈദ്യുതി ഉപയോഗിക്കുന്ന വണ്ടികളുടെ ചാർജിംഗ്, ഇടത്തരം ഉപകരണങ്ങൾക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഗ്രിഡ് പവർ വേർപെടുത്തിക്കൊണ്ട് ഇൻവെർട്ടർ ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു അധിക ഉറവിടമായും ഇത് ഉപയോഗിക്കാം. ഇനി ഈ മോഡലിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നീക്കം ചെയ്യാൻ സൂക്ഷിച്ചിരുന്ന പഴയ സ്റ്റേഷനറി മെറ്റീരിയലുകളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ ഭാഗങ്ങളൊന്ന് കണ്ടാലോ. വീട് ഇത് കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മരങ്ങളും ചെടികളും പേപ്പർ കട്ടിങ്ങുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാറ്റാടി യന്ത്രത്തിൻ്റെ സ്റ്റാൻഡ് പഴയ പേനയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാറ്റാടി യന്ത്രത്തിൻ്റെ ബ്ലേഡുകൾ PVC പൈപ്പിൻ്റെ രൂപത്തിൽ മുറിച്ചെടുത്തിരിക്കുന്നു. ലൈറ്റ് പോൾ ഒരു പഴയ പേനയുടെ ബോഡിയാണ്. അവസാനമായി ഈ മാതൃകയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ്. കാറ്റിൻ്റെ വേഗതയിൽ പ്രവർത്തനം നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആണ് ഈ DC മോട്ടോർ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വിച്ച് കൺട്രോൾ ഉള്ള LED ലൈറ്റിങ്ങും. ഇനി ഈ കാറ്റാടി യന്ത്രം പ്രവർത്തിക്കുന്ന രീതി വിവരിക്കാം. കാറ്റ് ഒരു ദിശയിലേക്ക് വീശുന്നുവെന്ന് അനുമാനിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ ടർബൈൻ കറങ്ങാൻ തുടങ്ങുന്നു. അത് വൈദ്യുതി ജനറേറ്ററിനെ തിരിക്കുന്നു. ജനറേറ്റർ ഓണാക്കിയാൽ വൈദ്യുതി അതത് വിതരണ ബോർഡുകളിലേക്ക് പ്രവഹിക്കും. വീടും തെരുവ് വിളക്കുമായ ഈ മാതൃകയിലുള്ള യൂണിറ്റിലേക്ക് വൈദ്യുതി പ്രവഹിക്കുകയും വീടിനാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും തിളങ്ങുന്ന തെരുവ് വിളക്കിൻ്റെ മാതൃക ഉൽപ്പാദിക്കുന്ന വൈദ്യുതിയെ ചിത്രീകരിക്കുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ ടർബൈനിന് വളരെ കുറഞ്ഞ കാറ്റിൻ്റെ വേഗത മാത്രമേ ആവശ്യമുള്ളൂ. ഇത് മേൽക്കൂരയുടെ മുകളിലോ തറനിരപ്പിലോ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. മാത്രവുമല്ല, കാറ്റ് ഏത് ദിശയിൽ നിന്ന് ഒഴുകിയാലും ഈ വിൻഡ് ടർബൈൻ ഒരേപോലെ പ്രവർത്തിക്കും. ഇനി ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ മോഡലിൻ്റെ പ്രവർത്തനം നോക്കിയാലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി. ടീം APS.